പിന്നൊന്നൊരു പത്രസമ്മേളനം അതിലാരൊക്കെ ബേജാറായിക്കണം. എന്താ അപ്പം ഞാനതിൽ പറഞ്ഞത്, എന്നോട് ചോദിച്ചത്, മുജാഹിദ് ജമാഅത്ത് പോലത്തെ സംഘടനകളോട് നമുക്ക് ആശയപരമായിട്ട് എതിർപ്പുണ്ട്, അങ്ങനെയുള്ള അത് ഞാൻ ഇന്ന് ഉച്ചക്ക് അവിടുന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുമാണ്. അത് ഒരു മഹാനായ ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആശയത്തിനോട് നമുക്ക് എതിർപ്പുണ്ടാവും, ആ ആശയം തിരുത്തപ്പെടട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതോടുകൂടി അതിനോടുള്ള ഹൃദയത്തിലുള്ള വെറുപ്പ് നമുക്ക് ഉണ്ടാവണം എന്നാണ്. ആ ഹൃദയത്തിൽ അതിനോട് വെറുപ്പുണ്ടാവണം. പക്ഷേ ലാലിദാത്തിഹിംന, അവരെന്നുള്ള നിലക്കുള്ള വെറുപ്പല്ല, ഈ ആശയക്കാരായി എന്നുള്ള നിലക്കുള്ള വെറുപ്പാണ് ഉണ്ടാവേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആശയത്തിനോട് എതിർപ്പുണ്ട്. ഞാൻ എപ്പോഴും മുജാഹിദിൻ്റെ ജമാഅത്തിൻ്റെ ഒക്കെ എല്ലാ ആശയങ്ങളെയും എതിർക്കുന്ന ആൾ മാത്രമല്ല, അതിൻ്റെ ലക്ഷ്യങ്ങൾ ഒരുപാട് ശേഖരിച്ചു വെച്ച ആളാണ് ഞാൻ. എനിക്ക് ധൈര്യത്തോടു കൂടിയല്ല എതിർക്കാൻ കഴിയും ഏത് ആശയങ്ങളുണ്ടെങ്കിലും. അപ്പോൾ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദകൾ അത് വളരെ സലക്ഷ്യം അത് സ്ഥിരപ്പെടുത്താനൊക്കെ എനിക്ക് കഴിയുകയും. ഞാൻ ഏതൊരു മുജാഹിദ് മൗലവിൻ്റെ ഒരു പ്രസംഗം കേട്ടു. അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ട്, സുന്നികളാവുന്ന നമ്മളെ മുശ്രിക്കാക്കാൻ മൂപ്പരെടുത്ത് 1000 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സുന്നികളാവുന്ന നമ്മളെ മുശ്രിക്കാക്കാൻ 1000 ലക്ഷ്യങ്ങളെ കൊണ്ട് ഞാൻ മുശ്രിക്കാക്കുന്നു. മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ 1000 ലക്ഷ്യങ്ങളെ കൊണ്ട് അതുണ്ട് എന്നുള്ളത് ഇത്ബാത്ത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളെ നമ്മളെ സുന്നികളാവുന്ന നമ്മളെ മുശ്രിക്കുകളാണെന്ന് സ്ഥിരപ്പെടുത്താൻ 1000 ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് മൂപ്പര് പറയണത്. അപ്പോൾ അങ്ങനെ നമ്മളെടുത്ത് ആരെയും മുശ്രിക്കാക്കണേ അല്ലെങ്കിൽ കാഫിറാക്കണമെന്നും പണി നമ്മളെടുത്തില്ല. നമ്മൾ ആശയങ്ങളിൽ ഏതെങ്കിലും നിലക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളെ ആരെതിർത്താലും അത് എവിടെ വെച്ചും എപ്പോഴും നമ്മൾ എതിർക്കും. ആ ആശയങ്ങളെ വളരെ സലക്ഷ്യം നമ്മൾ സ്ഥാപിക്കുകയും ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ സുഹൃത്ത് തന്നെ കഴിഞ്ഞിട്ട് ബന്ധമുള്ള ഒരാളെന്നാണ് അതിൻ്റെ അർത്ഥം. അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ യാത്ര ഭയങ്കര ബമ്പാടും, അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളൊക്കെ ഞാൻ അർപ്പിക്കണം. അത് വളരെ സുരക്ഷമായ നിലക്ക് വളരെ പ്രയാസങ്ങളൊന്നുമില്ലാതെ അത് യാത്ര കഴിഞ്ഞ് മടങ്ങി വരാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. അപ്പം അത് വലിയൊരു സംഭവമാക്കിയിരിക്കണേ. തങ്ങൾക്ക് അതൊരു മുജാഹിദീങ്ങൾ നമ്മളോട് ഒരു മുജാഹിദീങ്ങളുമായിട്ടോ ജമാഅത്ത് ഇസ്ലാമിക്കാരായിട്ടൊക്കെ നമ്മൾ ദീനീപരമായ കാര്യങ്ങളിൽ അവരുമായുള്ളതായ മുവാലാത്ത് അതില്ലാന്നാണ്. അല്ലാതെ അവർ നമ്മളൊരു മുജാഹിദ് നമ്മളടുത്ത് താമസിക്കുന്നുണ്ട്, അവനോട് ചിരിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അവനെ കണ്ടാൽ എന്തെങ്കിലും സംസാരിക്കാൻ അതൊന്നും സുന്നികളെ ആ തെർക്കുൽ മുവാലാത്ത് എന്ന് പറഞ്ഞതിൽ പെട്ടതല്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അത് തിരുത്തുകയും വേണം. അതാണ് ഈ അവസരത്തിൽ പറയാറ്. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ആരോ സലാം ബാക്കവിയേറ്റ് പറഞ്ഞു, പത്രസമ്മേളനത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു വലിയ ഈ വാട്സപ്പിലും മറ്റൊക്കെ പലരും പലതും എഴുതും, അത് വിവരം ഉണ്ടായിട്ട് എഴുതും, വിവരമില്ലാതെ എഴുതും, മനസ്സിലായില്ലേ? അതിന്മേലാരും അതിൻ്റെ വയ്യാലെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ആശയാദർശങ്ങൾ അഥവാ വിശുദ്ധമാവുന്ന ദീനിൻ്റെ ആശയാദർശങ്ങൾ അത് ഈ രാജ്യത്തുള്ള ജനങ്ങൾ പൂർണ്ണമായും അതിനെ അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു പ്രകടമായ എന്നതിൻ്റെ ഒരു പ്രകടനമാണ് നമ്മൾ ഈ കണ്ടുവന്ന എല്ലാ സ്വീകരണ യോഗങ്ങളിലും നമുക്ക് അനുഭവപ്പെട്ടതായ ഈ കാഴ്ചകളൊക്കെ. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ ജനങ്ങൾ അത് ഈ ദക്ഷിണ കർണാടകയിലാവട്ടെ കേരളത്തിലാവട്ടെ ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം അനുസരിച്ച് ജീവിക്കുന്നവരും അതിൻ്റെ അഖീദ അനുസരിച്ച് ജീവിക്കുന്നവരും അതിൻ്റെ അഹ്കാമുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരും അതിൻ്റെ ആചാരങ്ങളനുസരിച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരൊക്കെയാണ്. അതിന് ഏതെങ്കിലും നിലക്കുള്ള ഒരു ചെറിയ നിലക്കുള്ള ഒരു വിള്ളലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അതിനെ പരാജയപ്പെടുത്താനോ ആര് ശ്രമിച്ചാലും ജനങ്ങളൊന്നും
അത് അനുവദിക്കില്ല. അവരതിന് ശക്തമായ നിലക്ക് ഈ സംഘടനയുടെ കൂടെ, ഈ ആശയത്തിന്റെ കൂടെ, ഈ ആദർശത്തിന്റെ കൂടെ പിന്നിലുണ്ടാവും എന്നുള്ള കാര്യം അത് വളരെ ഒരു സത്യമായ ഒരു സംഗതിയാണ്. അത് ഇവിടുത്തെ ജനങ്ങളൊക്കെ എല്ലാ സ്വീകരണ യോഗത്തിലും നമുക്ക് മനസ്സിലായ സംഗതി അതാണ്. ആരും തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ ഒരു അണുമണി തൂക്കം അതിനെ ഏതെങ്കിലും നിലക്ക് അതിൽ എന്തെങ്കിലും എന്തെങ്കിലും കടത്തിക്കൂട്ടാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല. ഈ സംഘടന ഏതെങ്കിലും നിലക്ക് അതിനെ തകരാറിലാക്കാനോ അതിനെ പരാജയപ്പെടുത്താനോ അതിനെ ഇല്ലാതെയാക്കാനോ ഇവിടുത്തെ ആരും ശ്രമിക്കേണ്ട എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇവിടുത്തെ ജനങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അതിനുവേണ്ടി ശക്തമായ നിലക്ക് പ്രവർത്തിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ മശായിഖന്മാരാണ് ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. ചില ആളുകളൊക്കെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അതിനെ കാറ്റത്ത് പറത്തുന്നതായ ചില സ്വഭാവങ്ങൾ ചില ഭാഗത്തു നിന്നൊക്കെ പലരിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഇല്ലാതെയാക്കുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അത് വളരെ വിശുദ്ധമായ ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയല്ലേ. ഇവിടെ മഹാന്മാരാവുന്ന സാദാത്തുക്കളെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അവർ ഈ സംഘടനയ്ക്ക് വേണ്ടി അധ്വാനിച്ചവരാണ് അവർ. നമുക്കറിയാം, അറിയപ്പെടുന്ന സാദാത്തുക്കളും അറിയപ്പെടാത്ത സാദാത്തുക്കളൊക്കെ ഓരോരുത്തരും അവരെ ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ അവരെ പ്രദേശത്തോ ഒന്നും കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സേവനം ചെയ്തവരായിരിക്കും കേരളത്തിലുള്ള അധിക സാദാത്തുക്കളും. ചിലവര് അറിയപ്പെടുന്നവരായിരിക്കും, ചിലവർ അറിയപ്പെടാത്തവരായിരിക്കും. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സന്ദേശം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നതിൽ അവർ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ മറ്റു നിലക്കോ അവരൊക്കെ ഭാഗവക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന സാദാത്തുക്കൾ അവർ നമുക്കുള്ളതായ ഒരു ഏറ്റവും വലിയ ഒരു നിധിയാണ് സാദാത്തുക്കൾ. അവർ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണ് മഹാന്മാരാവുന്ന സാദാത്തുക്കൾ. അവരെ ബഹുമാനിക്കുക എന്നുള്ളത് അവർ ദീന്റെ ഷിയാറുകളാണ്. ആ ഷിയാറുകളെ നമ്മൾ തഅ്ലീം ചെയ്യണം. ആ തഅ്ലീമിന്റെ ഒരു ഭാഗമാണ് മഹാന്മാരാവുന്ന സാദാത്തുക്കളെ ബഹുമാനിക്കുക. അത് പഠിപ്പിച്ചത് ഇവിടുത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. കാരണം വിശുദ്ധമാവുന്നതായ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ദീന്റെ ഷിയാറുകളായി കണക്കാക്കപ്പെടുന്ന എന്ത് സാധനങ്ങളുണ്ടെങ്കിലും അത് സ്ഥലങ്ങളാവട്ടെ അല്ലെങ്കിൽ സമയങ്ങളാവട്ടെ അല്ലെങ്കിൽ വ്യക്തികളാവട്ടെ എന്തായാലും അതിന് തഅ്ലീം ചെയ്യണം. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും പോണ സമയത്ത് യാത്ര ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു, സ്വല്ലിയാഹുന റക്അത്തൈനി, ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി അവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മനസ്സിലാക്കി കൊടുത്തു, ഹാദാ ബൈത്തുലഹമിൻ, ഇത് ബത്തുലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി ഉലിദ ഈസ, ഇവിടെയാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് ദീന്റെ ഷിയാറുകളിൽപ്പെട്ട ഒരു ഷിയാറാണ്. മഹാനാവുന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് അതുകൊണ്ട് ആ ദീന്റെ ഷിയാറിനെ തഅ്ലീം ചെയ്യണം. അത് തഅ്ലീം ചിലപ്പോൾ ഇബാദത്തുകളെ കൊണ്ടാവാം, അല്ലെങ്കിൽ അവിടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഇബാദത്തുകൾ അവിടെ വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടാം. അതുകൊണ്ടാണ് സ്വല്ലിയാഹുന റക്അത്തൈനി, ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. അപ്പൊ ദീന്റെ ഷിയാറുകൾ അത് സ്ഥലങ്ങളാവട്ടെ, അതല്ല സമയങ്ങളാവട്ടെ, അതല്ല വ്യക്തികളാവട്ടെ, അതിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. കഅബത്തിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. എന്താ കാരണം? അത് ദീന്റെ ഷിയാറാണ്. പള്ളിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, അത് ദീന്റെ ഷിയാറുകളാണ്. എന്നതുപോലെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ അവർ ദീന്റെ ഷിയാറുകളാണ്. അതുപോലെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അവർ ദീന്റെ ഷിയാറുകളാണ്. ആ പണ്ഡിതന്മാര് അവർ ദീന്റെ ഷിയാറുകളാണ്.
അവരിൽ നിന്നിട്ടാണ് നമ്മൾ ദീൻ മനസ്സിലാക്കേണ്ടത്. അവരുടെ പ്രവർത്തനങ്ങളാണ് നമ്മളിലേക്ക് പകരുകയും ചെയ്യേണ്ടത്. അപ്പോൾ ദീനിന്റെ ശിയാറുകളാവുന്ന പണ്ഡിതന്മാരെയും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. ദീനിന് സഹായിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് നമുക്ക് തഅലീമൊക്കെ ഉണ്ടാവണം. കാരണം ദീനിനെ നിലനിർത്തുന്നതിൽ സജീവമാവുന്ന പങ്കാളിത്താണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ബഹുമാന ആദരവ് എന്നുള്ളത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ഒരു സഹാബി കടന്നു വന്നു. അവിടെ മൂപ്പർക്ക് ഇരിക്കാൻ സ്ഥലം ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിന്റെ ആ മുണ്ട് എടുത്തിട്ട് റസൂലുള്ളാഹി അയാൾക്ക് കൊടുത്തു. എന്നിട്ട് അതോടെ മറ്റൊരാളേക്ക് കൊടുത്തു. എന്നിട്ട് അതോടെ പിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, അതിമ ഇരുത്താൻ വേണ്ടി. അപ്പം ഈ വന്ന ആൾ എന്തായാലും അത് എടുത്തില്ല. അത് വാങ്ങിയിട്ട് അതിമ കുറേ ചുംബിച്ചു. കാരണം റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട റസൂലുള്ളാഹിന്റെ റിദാ എന്ന് പറഞ്ഞ അത് റസൂലുള്ളാഹിന്റെ തട്ടം അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ തലയിൽ റസൂലുള്ളാഹി ഇട്ടിരുന്ന ആ മുണ്ട്, അത് ദീനിന്റെ ഒരു ശിആറാണത്. ആ ശിആറിനെ അത് ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് മൂപ്പര് ചുംബിക്കുകയും ആ ശിആർ വിരിച്ചുകൊണ്ട് അവരിരുന്നില്ല. കാരണം റസൂലുള്ളാഹിന്റെ തലയിൽ വെച്ച ഒരു മുണ്ടുള്ളത്, ഇത് വിരിച്ചുകൊണ്ട് എങ്ങനെ ഞാൻ ഇരിക്കുക എന്നുള്ളത്, അത് വിരിച്ചുകൊണ്ട് മൂപ്പര് ഇരുന്നില്ല. അപ്പം ദീനിന്റെ അത് രണ്ട് സംഗതിയാണ് നമ്മളവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഒരാൾ കടന്നു വരുമ്പോൾ അയാൾ എത്ര ചെറിയവനാവട്ടെ അവനെ നമ്മൾ ബഹുമാനിക്കണം. ഇപ്പം ചില ആളുകൾ കടന്നു വരുമ്പോൾ നമുക്ക് നിൽക്കാനൊരു മടി ഉണ്ടാവും ചിലർക്കൊക്കെ. കാരണം നമ്മൾ വലിയ ആളുകളാണെങ്കിൽ നമ്മൾ നിൽക്കാൻ പറ്റൂലല്ലോ. നമ്മളെ പറ്റി നമ്മൾ ഒരു കുറഞ്ഞവനാണെന്ന് ജനങ്ങൾ എന്താക്കും ധരിക്കും എന്നുള്ള നിലക്ക് ചില ആളുകൾ നിൽക്കൂല. അത് അവരുടെ ഹൃദയത്തിലുള്ള ഒരു കിബിറിൽ നിന്നോ മറ്റോ ഉത്ഭൂതമാകുന്ന ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ സഹാബത്തൊക്കെ എണീച്ച് നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാന്മാരാവുന്ന സഹാബത്ത് പറഞ്ഞതെന്താ? ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളുൻ വതർക്കുൽ ഫർളി മാ ഹുവ മുസ്തഖീം അജിബതു ലിബൻ ലഹു ഫഹുമുൻ വഅഖലു യറാ ഹാദൽ ജമാല ഫലാ യഖൂമു. നബിയെ തങ്ങളെ കാണുമ്പോൾ നിൽക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അത് നിർബന്ധമായ ഒരു സംഗതിയാണ്. ഫർളായ ഈ സംഗതി വഹിക്കുക എന്നുള്ളത് അത് നല്ലൊരു സംഗതിയല്ല. ബുദ്ധിയും തൻ്റെ ഇടമൊക്കെ ഉള്ള ആളുകൾ നബിയെ തങ്ങളെ കാണുമ്പോൾ എണീച്ച് നിന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അവനെ പറ്റി ഞങ്ങൾക്ക് അത്ഭുതമാണ്, ഇവൻ എങ്ങനെ ഇങ്ങനത്തെ ഒരു വിഡ്ഢിയായി എന്നുള്ളത്. അപ്പൊ റസൂൽ നിൽക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ആദരവ് ബഹുമാനം നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് നമ്മൾ നിന്നു പോകും. അത് അപ്പൊ റസൂൽ നിൽക്കണ്ടെന്ന് പറഞ്ഞാലും ഇവർ നിന്നു പോകും. ഇപ്പൊ കണ്ട് നമ്മളൊരു ഉസ്താദിനെ നമ്മൾ കാണുമ്പോൾ ഉസ്താദ് നിൽക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അറിയാതെ നിന്നു പോകും. അതാണ് അവന്റെ ഈമാന്റെ പവറാണെന്നാണ്. ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം ഇങ്ങനത്തെ നന്മകളൊക്കെയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുള്ള കാരണം അതാണ്. അവ ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളെ ബഹുമാനിച്ചുകൊണ്ട് മോശമായ നിലക്കുള്ളതായ കുത്തുവാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. വ്യംഗ്യമായിട്ടോ അല്ലെങ്കിൽ സൂചനാപരമായിട്ടോ അങ്ങനെ ഉണ്ടല്ലോ, അത് നമ്മളെ പ്രസംഗത്തിലോ നമ്മളെ വാക്കുകളിലൊന്നും എഴുത്തുകളിലൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇന്ന് അങ്ങനെയാണ് എല്ലാവരും ചെയ്യണത്. ഓരോരുത്തരും വ്യംഗ്യമായ നിലക്കോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സലാം ബാഖവി പറഞ്ഞല്ലോ ഇവിടുന്ന്, ഇത് പ്രസിദ്ധമാണ് ഏറ്റെടുത്തോളം മുതൽ മൂപ്പർക്ക് സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കുകയാണ്. അതൊരു സത്യം തന്നെയാണ്. കാരണം ഞാൻ ഈ വാട്സപ്പ് മറ്റൊന്നും ഉപയോഗിക്കണില്ലെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ വാട്സപ്പിൽ കൂടിയും മറ്റും പല തെറികൾ എഴുതുന്നതും മറ്റതൊക്കെ കൂടും. അപ്പോൾ ദുആഉൽ മദ്ലൂമി മുസ്തജാബ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതൊരു അക്രമം തന്നെയാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് സുന്നി ആദർശത്തിനെതിരായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എവിടുന്നും പറയലില്ല. ഞാൻ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും നിലക്കുള്ള മോശമായ പരാമർശം ഞാൻ നടത്തലില്ല. ഞാൻ സദസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് എപ്പോഴും പ്രസംഗിക്കാറുള്ളത്. ഓരോ സദസ്സിലും ആ സദസ്സിനോട് ബന്ധപ്പെട്ട നിലക്കുള്ള പ്രസംഗങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനത്തെ എന്നെ വളരെയധികം മോശമായ നിലക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ഞാനൊരു മദ്ലൂമ് തന്നെയാണ്. ദുആഉൽ മദ്ലൂമി മുസ്തജാബുന്ന അവന്റെ ഏതായാലും അവൻ എങ്ങനത്തവനാണെങ്കിലും മദ്ലൂമാണല്ലോ.
അവൻ വലിയ ഔലിയൊന്നും ആവണമെന്നില്ല. അവൻ്റെ ദുആക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും. പിന്നെ 1000 ആളുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരും ദുആ ചെയ്യും, പഠിച്ച തമ്പുരാനെ ഈ മനുഷ്യനുണ്ടല്ലോ ഇന്നൽക്ക് ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു പാഠം നീ നൽകണേ എന്നുള്ളത്. ആ പാഠമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ സുദീർഘമായി ഒന്നും പറയല്ല. നിങ്ങളെല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഥവാ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യണ ഈ ആശയാദർശങ്ങൾ, അതാണ് വിശുദ്ധമായ ദീൻ. അതിൽ യാതൊരു സംശയമില്ല. അതിനൊരു നീക്കുപോക്കിന് നമ്മൾ തയ്യാറല്ല. ഒരു നിൽക്കും അതിൽ ആരും കൈകടത്തിയാലും ആ കൈകളൊക്കെ അതെനിക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങളെ ഈ കൈകടത്തലൊന്നും ശരിയല്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കും. നമ്മൾ കണ്ടില്ലേ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മക്കള്, ഇസ്തിഖാമയുടെ മക്കള് ഇപ്പൊ അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് അത് വിദ്യാർത്ഥാണെന്നും അത് ഇസ്ലാമിക അല്ല എന്നൊക്കെ പറയുന്നവരായിട്ട് ഒരു വാദപ്രതിവാദം അവർ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് പഴയ കാലത്ത് തന്നെ മഹാനാവുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബൗദ്ധീകളായിട്ട് വാദപ്രതിവാദം നടത്തലുണ്ട്. ഇതൊന്നും ഒരു പുതിയ സംഗതിയല്ല, ഇതൊക്കെ സഹാബത്തിന്റെ കാലത്തുള്ള സംഗതി തന്നെയാണ്. അപ്പൊ എന്തിനാ ഇപ്പൊ വാദപ്രതിവാദം എന്ന് ചോദിക്കും, എന്തിനാ ഗണന പ്രസംഗം ചോദിക്കും? അതൊന്നും ശരിയല്ല. വാദപ്രതിവാദം ആവശ്യമുള്ളടത്ത് വാദപ്രതിവാദം വേണം, ഗണന പ്രസംഗം നടത്തേണ്ടടുത്ത് ഗണന പ്രസംഗം വേണം. ഇതൊക്കെ ആവശ്യമാണ്. ആ ആശയങ്ങൾ പറയേണ്ടടുത്ത് തുറന്ന് ആശയങ്ങൾ പറയണം. ഈ ആശയങ്ങൾ പറയണമെങ്കിൽ നമ്മളുണ്ടല്ലോ ഒരു കുഴമ്പെന്ന് കേട്ടിക്കണെങ്കിൽ അത് പറയണോ പറയണ്ടേ, അതാണ് തെറ്റ്. വ്യക്തമായ നിലയ്ക്ക് നമ്മൾ ആശയങ്ങൾ നമ്മൾ ആരെ മുന്നിലും പറയണം. ഇതൊരു ആരോടുള്ളതായ ഒരു വെറുപ്പല്ലത്. അത് അവരോട് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആശയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് വെക്കുക. എന്നാൽ അത് ഏറ്റവും ഈ ദീനിനോട് ചെയ്യണതായ ഏറ്റവും വലിയതായ ഒരു തെറ്റായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യേണ്ടതായ ഒരു രൂപം മഹാന്മാർ രേഖപ്പെടുത്തി, ഖാലിത്തുന്നാസ ബിഅഅമാലിക്കും വസായിലുഹും ബിൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ വയദ്റഊന ബിൽ ഹസനത്തി അസയ്യ, നന്മ കൊണ്ട് തിന്മനെ തടുക്കുക എന്നുള്ളതാണ്. ഒരാൾ തിന്മ ചെയ്താൽ അവനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കല്ല നമ്മൾ വേണ്ടത്. നന്മ കൊണ്ട് അതിനെ തടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് ഖാലിത്തുന്നാസ ബിഅഅമാലിക്കും, ജനങ്ങളോട് നിങ്ങൾ ഇടപഴകേണ്ടത് നിങ്ങളെ പ്രവർത്തനങ്ങളെ കൊണ്ടിട്ടാണ്. നല്ല പ്രവർത്തനമാവുക നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ആ നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് അത് ഖാലിത്തുഹും ബി ഇഹ്സാനിൽ അമൽ മഅഹും, നമ്മളെ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനമാക്കുക. അപ്പൊ ജനങ്ങളോട് കൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നല്ല പ്രവർത്തനങ്ങളാകുക ജനങ്ങളോട് നമ്മൾ ചെയ്യണ പ്രവർത്തനം. അത് കണ്ട് അവരെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കപ്പെടണം. ഖുലൂബിക്കും നഹ്വഹും, നിങ്ങളെ ഹൃദയം കൊണ്ട് അവരെ വിട്ടാളി, അവർ പോണ വഴിക്ക് വിട്ടാളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ഇൻകാനു ഖയ്യിരീൻ, അവർ നന്മ ചെയ്യണവരാണെങ്കിൽ ഇർത്തല്ലാഹും, നിങ്ങൾ അവരെ തൃപ്തിപ്പെടണം. നേരെ മറിച്ച് വൈൻകാനു ശരീൻ, അവർ തിന്മ ചെയ്തവരാണെങ്കിലോ നിങ്ങൾ എന്താക്കുക, അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക ബിഹിദായത്തിഹിം, അവർക്ക് അവരെ തെറ്റിൽ നിന്ന് മടങ്ങിക്കൊണ്ട് ഹിദായത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാം. ഏത് എത്രത്തിൽ ഖുലൂബുക്കും മുബഗിളത്തും ലഹും, നിങ്ങളുടെ ഹൃദയത്തിൽ അവരോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവണം. മിൻ അജലി ശരീഹിം, അവരെ ആശയത്തിലുള്ള ഈ വൈകല്യം കാരണമായിട്ട് ദേഷ്യം ഉണ്ടാവണം. ലാലിദാത്തിഹിം, അവരൊരു മനുഷ്യൻ എന്നുള്ള നിലക്കുള്ളതായ ദേഷ്യം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവൻ സുഹൃത്തായിരിക്കും, പക്ഷേ അവൻ സുന്നിയാണെന്ന് ഞാനും അവൻ മുജാഹിദാണ്, ഞാൻ സുന്നിയാണ്. പക്ഷെ അവൻ എന്നോട് എൻ്റെ ഈ യാത്രയെ അഭിനന്ദിച്ചുകൊണ്ട് ആ യാത്രയുടെ ഈ ഗൗരവം, ഇതിൻ്റെ ഈ ജനപ്രാതിനിധ്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സന്തോഷം രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് അവരോട് വെറുപ്പുണ്ട്, ആ നിലക്ക് വെറുപ്പുണ്ട് ആശയപരമായിട്ട്, പക്ഷേ ലാലിദാത്തിയും. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാവണം പ്രവർത്തിക്കേണ്ടത്. ഇപ്പം നമ്മളൊരു ശത്രു ഇവിടെ വന്നു നോക്കുക, നമ്മളെ കുറ്റം പറയുന്നതാണ്, എന്നാൽ അവനെ നമ്മളിവിടെ സ്വീകരിച്ചിരുത്തണം. അവനെ നമ്മൾ സ്വീകരിച്ചിരുത്താതെ അവനെ നമ്മൾ ഉന്തിത്തള്ളി പുറത്താക്കുന്നതായ ഒരു പ്രവണത അത് നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതാണ് വയദ്റഊന ബിൽ ഹസനത്തി അസയ്യ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറയേണ്ടവർ എന്തെങ്കിലും പറയട്ടെ, ആ പറയണവൻ നമ്മളെ സമീപത്ത് എത്തട്ടെ, അവന് വേണ്ടതായ എല്ലാവിധ
ബഹുമാനവും ആദരവും ഒക്കെ കൊടുത്തുകൊണ്ട് അവനെ ഇരുത്തേണ്ടോടത്ത് നമ്മൾ ഇരുത്തണം. അതിനാണ് നമ്മൾ ഇരുത്തേണ്ടോടത്ത് ഇരുത്തണം എന്ന് പറഞ്ഞാൽ അവന് ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ട് അർത്ഥം, അല്ലാതെ അവനെ ആട്ടി പുറത്താക്കുക എന്നുള്ളതല്ല. അപ്പൊ അതാണ് ഇഹ്സാനുൽ അമൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവർത്തനങ്ങൾ നന്നാവുക. ആ നല്ല പ്രവർത്തനങ്ങളെ കൊണ്ടാവണം നമ്മൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടത്. നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ കണ്ട് ജനങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കുകയും നമ്മൾ ഇഷ്ടപ്പെടുകയും എന്ന സ്വഭാവത്തിലാവണം. അപ്പൊ നമ്മളെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോഴും പറയുക, നമ്മളെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെ എഴുത്തുകൾ ശ്രദ്ധിക്കുക. സുന്നികളാവുന്ന നമ്മൾ ആരെ മുന്നിലും നമ്മളെ ഈ ആശയങ്ങളൊന്നും അടിയറ വെക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന ഒരു പ്രത്യേകമാവുന്ന ഒരു പ്രതിജ്ഞ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം.